നമുക്കിന്നൊരു പപ്പായയുടെ ഒരു അച്ചാറുണ്ടാക്കാം കേട്ടോ. പപ്പായ എന്ന് പറയും, കറുവത്തുംകായ അറിയാം, ഞങ്ങൾ കറുവത്തുംകായ എന്നറിയാം. അതുമായിട്ടൊരു അച്ചാറുണ്ടാക്കുകയാണേ. അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക്, കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി അതൊക്കെ പൊട്ടി വരുമ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 അച്ച് ശർക്കരൻ്റെ അച്ചല്ല 2 കഷ്ണം ശർക്കര അതിലിട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ ഒന്നുകൊണ്ട് ഇളക്കി അപ്പോൾ ശർക്കരയൊക്കെ അങ്ങനെ അലിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് നുറുക്കി വെച്ച കറുവത്തുംകായ, ചെറുതാക്കി അരിഞ്ഞ് വെച്ച കറുവത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ തീയേ പറ്റുള്ളൂ കേട്ടോ, അധികം തീ പാടില്ല. കറുവത്തുംകായൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി പിന്നെ അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു അച്ചാറാവും കേട്ടോ. അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരുമ്പോഴേക്ക് അതിൻ്റെ അടിയിലുള്ള ശർക്കര ഉരുകി ഒക്കെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു പപ്പായ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടും. നമുക്ക് ഒന്ന് തട്ടി പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെക്കണം. ചെറിയ തീയേ പാടുള്ളൂ കേട്ടോ. കറുവത്തുംകായ വല്ലാതെ വേവാനൊന്നും പാടില്ല, ചെറിയൊരു തീയിൽ. പിന്നെ നമുക്ക് അതൊന്ന് വാടിയതിൽ നമുക്ക് അതിക്കിഞ്ഞ് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു അച്ചാർ, ശർക്കരയൊക്കെ ഉരുകി വന്നു. ഇനി കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചാൽ നമുക്ക് അടിപൊളി അച്ചാറായി ചോറിനൊക്കെ കഴിക്കാനുള്ള നല്ലൊരു അച്ചാറാവും കേട്ടോ. പക്ഷെ അത് കൂടുതൽ എടുത്ത് വെക്കാൻ പറ്റൂല, വേഗം കഴിക്കണം. 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ വേഗം കഴിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം.